നല്ല രുചിയുണ്ടല്ലയോ? മുട്ടയുള്ള മുട്ട. മുട്ട വലിയ കയറില്ല. അത് സാരമില്ല. നാളെ ഇടയ്ക്കിരിക്കേ. ഒരു വിസിലേ കുറവാ അടിച്ചത്. ഒരു വിസില അടിച്ചത് കുറവാ. മുട്ടയ്ക്ക് 2 വിസിൽ വേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ തുറന്ന് വേഗം എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടോണ്ടായിരുന്നു പൊളിക്കാൻ വേണ്ടിയേ. നല്ല കറിയായിരിയോ? മതിയാക്കിയും വേണ്ട. വെച്ചേക്കട്ടെ എന്നെങ്കിൽ. പുട്ട് മതിയോ? നീ ഇരിക്കുന്നേ പുട്ട്. എനിക്ക് വേണ്ട ഇനി. വൈകിട്ടെങ്ങാ ഡൽഹി ഫുഡുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതല്ലേ ഈ കറി ഉണ്ടാക്കിയിട്ടില്ല. അതന്നെ മുക്കും പറയുന്നത്. അവിടെ ഉണ്ടാക്കിയില്ലല്ലോ. ഫുഡുണ്ടാക്കിയിട്ടുണ്ടോ? ആ പുട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഉപ്പിന് ഇഷ്ടപ്പെട്ടു. പുട്ടും അപ്പവും എന്നും ഒന്നൊന്ന് തിന്നുമ്പോഴല്ലയോ ഇഷ്ടപ്പെടാതെ വരും. എന്നും ഒരേ സാധനം തിന്നുമ്പോഴല്ലേ ഇഷ്ടപ്പെടാതെ വരുന്നത്. പലത് തിന്നുമ്പം ഒരു രസം വരിക അല്ലേ അമ്മേ? കേരളത്തിൽ ഇഷ്ടംപോലെ സാധനമല്ലേ. ദോശ, പുട്ട്. അവിടെ എല്ലാം കിട്ടും. ഏത്തപ്പഴം. പക്ഷെ 1 കിലോ ഏത്തപ്പഴത്തിനൊക്കെ അവിടെ 80-70 ഒക്കെയാണ്. എന്നിട്ട് ഇവിടുന്ന് കയറി വരണ്ട കൊണ്ടുവരുന്നില്ലയോ? അതുകൊണ്ട് അതറിയത്തില്ല. കൂടുതലായിരിക്കും. പുട്ട് വാങ്ങിക്കണമെങ്കിൽ പുട്ട് പുഴുകണമെങ്കിൽ പോറ്റി വേണ്ടായോ? ആ ഇഡ്ഡലി പാത്രം പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത്. അവിടെ ഒന്നും കണ്ടിട്ടില്ല. പുട്ടൂറ്റി വരുത്താൻ പറ്റുമോ ഓൺലൈൻ? അതിന് ചട്ടി വേണ്ടായോ? എന്തോ ഉണ്ടാക്കണമെങ്കിലും ചട്ടിയും ചുട്ടിയൊക്കെ വേണം. ദോശയൊക്കെ പൊരിയൊക്കെ ഉണ്ടാക്കാൻ ഒക്കും അപ്പം. പക്ഷെ പാലപ്പത്തിന്റെ കൂട്ട് ലൂസായിരിക്കും. അന്നേരം വെള്ളയപ്പം ഉണ്ടാക്കണം അല്ലേ അമ്മേ? നീ കല്യാണം കഴിഞ്ഞ് നമുക്ക് വരുത്തുള്ളൂ. നവംബർ 23-ാം തീയതി അല്ലയോ? പകുതി ആയില്ലോ. ഈ 1 മാസമല്ലേ? നിന്നെ കൊണ്ടുവന്ന് വരുമോ? എപ്പം? എവിടെ? എന്തോ എനിക്ക് തന്നെ പോകാൻ അറിയത്തില്ല. ഇതിനെ 3 ദിവസത്തെ കാശ് കളയുന്നതാണ്. നോക്കണം. കാശ് കൂടെ ഇരിക്കും. കാശ് വേണ്ടായോ? കാശ് എറണാകുളത്ത് എന്നാ പോകണ്ടേ? ഇപ്പോൾ എന്തുവാ ട്രെയിൻ ഉണ്ടല്ലോ.
വന്ദേ ഭാരത് ഒന്നും ഇല്ല ഡൽഹിക്ക്. വന്ദേ ഭാരത് ഒക്കെ വേഗം ഒരു 1.5 ദിവസം കൊണ്ടൊക്കെ എത്തുമായിരിക്കും. വന്ദേ അല്ല ആയില്ലല്ലോ, വന്ദേ ഭാരത് ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. സ്പീഡ് 100-ന് മുകളിൽ പോകുന്ന ട്രെയിൻ, 100-ന് മേളിൽ പോകുന്ന സ്പീഡിലൊക്കെ പോയാലും 2000 കിലോമീറ്റർ ആണ് ഡൽഹിക്ക്. 20 മണിക്കൂർ കൊണ്ട് എത്തും. വണ്ടിക്കൂലി കൂടുതല. ചുമ്മാ കൊണ്ടുപോകും. ഇപ്പം പോകുന്ന ട്രെയിനൊക്കെ 50 മണിക്കൂറും 42 മണിക്കൂറും ഒക്കെ എടുക്കത്തില്ല ഡൽഹിക്ക്. ഇതെല്ലാം എന്തോ മണം കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക മണം. വായു വേഗം ചൂടായി പൊങ്ങും. അന്നേരം കരയെന്നുള്ള വായു അങ്ങോട്ട് പോയി കടലിൽ നിന്നുള്ള വായു ഇങ്ങോട്ട് വരും. അങ്ങനെ എന്തൊക്കെയോ ആണ്. അങ്ങനെ എയർ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായത്. എയർ എക്സ്ചേഞ്ച് മനസ്സിലായോ അമ്മേ? ഒക്കെ ഉള്ളതല്ലയോ ഞാൻ പറയുന്നത്? അങ്ങനെയൊക്കെ ഇല്ലയോ? കര വേഗം ചൂടാവും കടല് വേഗം അങ്ങനെ കര വേഗം ചൂടായിട്ട് ഇവിടുത്തെ വായു പൊങ്ങുമ്പം കടലിൽ നിന്നുള്ള തണുത്ത വായു ഇങ്ങോട്ട് വരും. അതാണ് കേട്ടോ അമ്മേ. കരയിൽ നിന്നുള്ള വായു വേഗം ചൂടാവുന്നത്. കര വേഗം ചൂടാവും വെള്ളത്തിനേക്കാൾ. അങ്ങനെ ഇവിടുത്തെ വായു ചൂടുവായു ഇങ്ങനെ പൊങ്ങുമ്പം കടലിൽ നിന്നുള്ള കടലിന്റെ മേണ്ടയ്ക്ക് കിടക്കുന്ന തണുത്ത വായു ഇങ്ങോട്ട് കയറും. അങ്ങനെയാണ് കേരളവും ഒക്കെ തണുത്ത്. കേരളം, കർണാടക, ഗോവ, പൂനെ, മുംബൈ ഇതെല്ലാം ഒരേ കാലാവസ്ഥയാണ്. മൺസൂൺ ആദ്യം എത്തുന്ന കേരളയില്ല. തമിഴ്നാടുമായിട്ട്